ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ തലയിൽ നിറച്ചും താരനാണ്. അപ്പോൾ യൂട്യൂബിലൊക്കെ ഓരോ ടിപ്സ് കണ്ട് ഞാൻ ചെയ്തു നോക്കി, യാതൊരു പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു ടിപ്സ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വായോ. പല മരുന്നുകളും ഷാമ്പുകളും ഉപയോഗിച്ച് നോക്കി, പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല. തലയിൽ പുറ്റു പിടിക്കുന്നത്, പിന്നെ മുടി കൊഴിച്ചിൽ, ഇതെല്ലാം താരൻ്റെ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇതിനെന്തേലും ഒരു മരുന്ന് ചെയ്തില്ലെങ്കിൽ വീണ്ടും നമ്മുടെ മുടിയുടെ വളർച്ച മുരടിച്ചു പോകുന്നൊരവസ്ഥ പോലെ വരും. അപ്പോൾ നമ്മുടെ ഈ നെറ്റിയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി പോകുന്നത് താരനുള്ളത് കൊണ്ടാണ് നമ്മുടെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ താരൻ ഇങ്ങനെ ഉണ്ടായാൽ തന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്, എപ്പോഴും ചൊറിച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുടിയും വളരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതിന് നല്ലൊരു മാർഗം എന്താണെന്ന് നോക്കിയാൽ നമുക്കത് ചെയ്താലോ? നമ്മൾ നേരെ പറമ്പിലോട്ട് വരുവാണ്. പറമ്പിൽ വന്ന് കറ്റാർ വാഴ, ഇതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് മുറിച്ചെടുക്കാം. കറ്റാർവാഴ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരു മഞ്ഞ ദ്രാവകമുണ്ട്, അത് കളഞ്ഞ് നമുക്കെടുക്കാം. കറ്റാർവാഴയുടെ ജെല്ല് നമുക്കെടുക്കാം. രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ അതിനകത്ത് ചേർക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പത പോലെ വരും. അപ്പം ഈ ഒരു രൂപത്തിലാണ് കിട്ടുന്നത്. ഈ 2 ഐറ്റം മതി. ഇനി നമ്മൾ തലയോട്ടിയിൽ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ തലയിൽ മുഴുവനും തേച്ച് മുടി കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വരെ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നല്ല കോമ്പോ പെയിൻ ചീപ്പാണേലും മതി, അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചീകുന്ന പോലെ ഈ തലയോട്ടിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പുറ്റൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും. അതിനു വേണ്ടിയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അതും കൂടെ ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് മുടി അഴിച്ചിട്ട്, ചീപ്പാണേലും മതി കേട്ടോ, വെച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. താരൻ എവിടെയെങ്കിലും പിടിച്ചിരിപ്പുണ്ട്, അതൊക്കെ ഇളകി പൊക്കോളും. ഇല്ലേ, നമ്മൾ കൈ കൊണ്ടാണേലും മതി കേട്ടോ, അതെങ്ങനെ ചെയ്താലും മതി, ഇളകിപ്പൊക്കോളും.
കറ്റാർവാഴ നല്ലതാണ് കേട്ടോ, നമ്മുടെ മുടിക്ക് നല്ലൊരു സ്ട്രെങ്ത് തരും. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. മുടിയൊക്കെ കഴുകി, അപ്പോൾ ഇനി അഴിച്ച് നോക്കാം താരനൊക്കെ പോയോ എന്ന്. കണ്ടോ, താരനൊക്കെ ഉണ്ടോ, എല്ലാം പോയി. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതി, പൂർണ്ണമായും താരൻ മാറിക്കിട്ടും. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.